ഹലോ ഗായ്സ്, ഇന്ന് 24-ാം തീയതി ഡിസംബർ 24. ഞാനാണെങ്കിൽ കുറച്ച് ചിക്കൻ മേടിച്ചായിരുന്നു ഗൈസ്. കുറച്ച് ചിക്കനൊന്നുമല്ല, ശകലം ചിക്കൻ എന്ന് പറയാം. അപ്പോൾ മീനില്ലല്ലോ 2-3 ദിവസത്തേക്ക്, ഹാർബറൊക്കെ അടച്ച സമയം. ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടേ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഈ വെളുത്തുള്ളി, സവാള, കറിവേപ്പില, എൻ്റെ ചിക്കൻ വെപ്പൊക്കെ ഇങ്ങനെയാണ് ഗൈസ്. അല്ലാതെ എനിക്ക് വലിയ സംഭവമായിട്ട് ഞാൻ ഒരു കിലൊന്നും വെക്കൂല ഗൈസ്. എനിക്ക് ഇഷ്ടം നാടൻ കറിയാണ്. ഓക്കെ, അപ്പം ഞാനിതിന് ഒരുപാട് ടൈമൊന്നും എടുക്കത്തില്ല. ഇത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഉലുവപ്പൊടി, ജീരകവും കടുകും കൂടി ഇട്ട് വെച്ചതാണ് ഗൈസ്. ഒരുമിച്ച് വെച്ചതാണ്. ഇനി നമുക്ക് ചിക്കനുണ്ട്, വെളിച്ചെണ്ണപ്പാട്ട അടച്ച് വെക്കുക. ഇതിനെ പല സൈസിലൊക്കെ വെക്കാം ഗൈസ്, പക്ഷേ എനിക്ക് ടൈമില്ല. ഓക്കെ, പല സൈസിൽ പലരും വെക്കുന്നത് കാണാം. ഓരോന്നിനും ഓരോ ടേസ്റ്റ്. ഇതിനകത്ത് ഞാൻ സാധാരണ ഒരു കിഴങ്ങും കൂടി ഇടും, പക്ഷേ ഇത് അധികം വരും. അത് കാരണം വെച്ചേക്കാൻ പറ്റത്തില്ല. ഉരുളൻകിഴങ്ങ് ഇടുന്നതാണ്. അപ്പോൾ ഇത് നല്ല മൊരിഞ്ഞ്, അരപ്പൊക്കെ മൊരിഞ്ഞ മണം വരുന്നുണ്ട് ഗൈസ്. ഇതിനകത്തോട്ടങ്ങ് അലങ്കാരങ്ങളൊന്നുമില്ല, ചിക്കൻ ഇടുക. ഇതിൻ്റെ ലെഗ് ഒന്നും ഞാനൊന്നും ചെയ്യുന്നില്ല, എനിക്ക് ഒന്നിനും സമയമില്ല. കുറച്ചേ എടുത്തുള്ളൂ ഗൈസ്, ബാക്കി അവിടെ ഇരിക്കട്ടെ ഗൈസ്. കയ്യും കലാശവും ഒന്നും പൊള്ളാതെ നോക്കിക്കോണം. എന്നിട്ട് ഈ ചിക്കനകത്ത് നിന്ന് വെള്ളം ഇറങ്ങി വരും. ഉപ്പ് നീരുണ്ട്, പിന്നെ വെളിച്ചെണ്ണയുണ്ട്. ഇരുന്നങ്ങ് വെന്തോളും. വേണ്ട, ഇപ്പം എല്ലാത്തിനകത്തും അങ്ങോട്ട് പെരണ്ട് റെഡി ആയിക്കോളും. പെരണ്ടങ്ങ് വരും ഗൈസ്, നിങ്ങൾ ഭയക്കേണ്ട. അപ്പോൾ അത് അവിടെ ഇങ്ങനെ സെറ്റാവട്ടെ. ഞാൻ കഥ കടക്കട്ടെന്ന് കുക്കർ അടപ്പടക്കട്ട് ഗൈസ്. ഭയങ്കര കട്ടിയുള്ള സ്റ്റെയിൻലെസ് അന്നാലൂമിനിയത്തിൻ്റെ, സ്റ്റീലിൻ്റെ അല്ല, അന്നാലൂമിനിയം പുകയാണ് ഗൈസ്. കേട്ടോ, ഇതാ ഇത്രയും വെള്ളം ആ ചിക്കനിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ഉണ്ടോ? അത് കുഞ്ഞ് തീയിലിരുന്നിരുന്നിരുന്നിരുന്ന് സെറ്റായി നമുക്ക് പുരട്ടിയെടുക്കാം. അതെ, എനിക്ക് എപ്പം ചിക്കൻ വെച്ചാലും എനിക്ക് ഇച്ചിരി പുളിവെള്ളം വേണം. ഇതിനകത്ത് വേറെ ലൂസായിട്ട് ഇത് പിഴിഞ്ഞെടുത്തേക്കുന്ന ഒരു ശകലം. എന്നിട്ട് ശകലം പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് പിഴിഞ്ഞെടുത്ത് ഒഴിച്ച്. നമ്മളെ ചിക്കനിൽ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല ഗൈസ്, ഉള്ളി ഓയിലും ചിക്കനകത്തുണ്ടായിരുന്ന വെള്ളവും മാത്രമാണ്. ഇതിനി പതുക്കെ ഇരുന്ന് അങ്ങനെ വേവും. അപ്പോഴത്തേക്ക് ഞാൻ പോയി കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് വരട്ടെ ഗൈസ്. എല്ലാം ഉപ്പ്, എരി, പുളി, മധുരം എല്ലാം ഉണ്ട്. മധുരം എന്ന് വെച്ചാൽ ഒരു 1 പിഞ്ച് മാത്രം ഗൈസ്. ഏകദേശം അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ട് ഗൈസ്. ഇതിന് നല്ലതുപോലെ ഇതിൻ്റെ ചാറിങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് ഗൈസ്. നല്ല സെറ്റായിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായി വെന്ത് നല്ല കുറുകിയ ചാറുവായിട്ടിരിക്കുകയാണ് ഗൈസ്. സെറ്റായിട്ടുണ്ട്. ഇതന്നെ നമ്മൾ ചിക്കൻ വെക്കുക, കഴിക്കുക. ഉണ്ടോ? ഇതാണ് ഗൈസ് നമ്മുടെ ചിക്കൻ കറി. ഒരിക്കലും നമുക്ക് വെള്ളമേ ഒഴിക്കണ്ട. നിങ്ങൾക്ക് കുറച്ച് തിക്ക് ഗ്രേവി വേണമെങ്കിൽ കുറച്ചും കൂടെ മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ ഇതിൽ ആഡ് ചെയ്താൽ മതി. എനിക്ക് തിക്ക് ഗ്രേവി വേണ്ട, കാരണം ഇത് പൊറോട്ടയിൽ ഒഴിച്ച് കഴിക്കാം. ഇനി അടച്ചു വെച്ച് മൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ
വേറൊരു ടേസ്റ്റ് ആവും, വേറൊരു സംഭവമാവും ഗൈസ്. മൊരിച്ചെടുക്കണം, മൊരിച്ച് ഈ വെള്ളം മൊത്തം ഒന്ന് പറ്റിക്കണം ഈ കുക്കർ ഇങ്ങനെ മൂടി വെച്ചിട്ട്. അപ്പോൾ ഗൈസ് കണ്ട, ഇത് മൊത്തം പറ്റി ഇതിനകത്തങ്ങ് പെരളും ഗൈസ്. പെരളുമ്പോൾ കിടിലോസ്. അപ്പോൾ ഗൈസ് ഞാൻ നിർത്തുന്നു കേട്ടോ.